ആയിരിക്കാൻ നാം ഇടയാക്കിയിട്ടുണ്ട്. അതുപോലെ പറഞ്ഞ് ഈ സമയത്തെ ദീർഘിപ്പിക്കുന്നില്ല. തുടർന്ന് കർത്താവദാസൻ മുന്നോട്ട് കടന്നു വരികയും ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുകയും ചെയ്യും. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സുവിശേഷം 19-ാം അധ്യായം 20-ാമത് വാക്യം. ഈ ആദ്യത്തെ സെഷനിൽ നമുക്ക് ഒരുമിച്ച് തിരുവചനത്തിന്റെ അനുഗ്രഹീതമായ ധ്യാനം ലഭ്യമാകുന്നതിന് വേണ്ടി വായിച്ചു കേൾക്കാം. മത്തായി സുവിശേഷം 19-ാം അധ്യായം 20-ാമത് വാക്യം. ഇനി കുറവുള്ളതെന്ത്? ഇന്നത്തെ മീറ്റിങ്ങിന്റെ തീമും ഉദ്ദേശവും അറിയാതാണ്. ഈ ഉദ്ദേശി വാക്യം വായിച്ചെന്ന് സന്ദേശിക്കണമെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാം. നാം ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പന്മാര്, മമ്മിമാര്, വല്യപ്പച്ചന്മാര്, വല്യപ്പച്ചന്മാര്, മക്കള്, കൊച്ചുമക്കള്, അങ്ങനെ ഒരു സംയുക്ത സമിതി, സംയുക്ത സമാഗമം കർത്തദാസന്മാർ ഒക്കെയുള്ള ഈ മീറ്റിങ്ങിൽ നിരുപാധികം നമ്മൾ ഒരുമിച്ച് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ എന്റെ കുറവെന്താണ്? ഒരപ്പൻ എന്ന നിലയിൽ എന്റെ കുറവെന്താണ്? ഒരമ്മ എന്ന നിലയിൽ എന്റെ കുറവെന്താണ്? ഒരു വല്യപ്പച്ചൻ എന്ന നിലയിൽ എന്റെ കുറവെന്താണ്? ഒരു വല്യപ്പച്ച എന്ന നിലയിൽ എന്റെ കുറവെന്താണ്? ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്റെ കുറവെന്താണ്? കുറവെന്നുള്ള ഏകവചനത്തെ പിൻവലിക്കുന്നു. കുറവുകൾ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? ഒരു കുറവല്ല. ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ കുറവുകൾ എന്താണ്? മകൻ എന്ന നിലയിൽ എന്റെ കുറവെന്താണ്? മകൾ എന്ന നിലയിൽ എന്റെ കുറവെന്താണ്? മരുമകൻ എന്ന നിലയിൽ എന്റെ കുറവെന്താണ്? മരുമകൾ എന്ന നിലയിൽ എന്റെ കുറവെന്താണ്? എന്റെ വല്യപ്പച്ചനും വല്യപ്പച്ചയുടെയും കൊച്ചു മക്കൾ എന്ന നിലയിൽ ഞങ്ങളുടെ കുറവെന്താണ്? അത്രയും പറയുമ്പോൾ ഞങ്ങള് ഉപദേശവർഗത്തെ ഒഴിവാക്കിയെന്ന് പരാതി വരുന്ന ഒരു ക്ലാസ് എന്ന നിലയിൽ എന്റെ കുറവെന്താണ്? ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ദേവദാസന്റെ കുറവ് സമയത്ത് വന്നില്ലെന്നുള്ളതാണ്. അങ്ങനെ ഒരു കുറവ് നിങ്ങളിപ്പോ കണ്ടെത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഈ വാക്യം വളരെ ആധികാരികമായി നമ്മൾ ചിന്തിക്കുന്നു, എന്റെ കുറവ് എന്താണ്? അങ്ങനെ ചിന്തിക്കാൻ പറ്റിയ ഒരു സമാഗമമാണ് ഇന്ന് പകലിൽ. ഉപവാസപ്രാർത്ഥന വ്യത്യസ്തമാണ്, കാത്തിരിപ്പ് യോഗത്തിന് വ്യത്യസ്തമാണ്, സഭായോഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ്, കൺവെൻഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. വളരെ തീക്ഷ്ണവും ദീപ്തവുമായ ആശയഗതികൾ കൊണ്ട് നമ്മെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രമേയം മറന്നു പോകരുത്, എന്റെ കുറവെന്താണ്? അനുഗ്രഹീതമായ സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ അവസരമുണ്ടായതിൽ സർവ്വതൃപ്തമായ പരിശുദ്ധ തത്വത്തിന് മുൻപാകെ സകല മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും സ്തോത്രവും അർത്ഥം ചെയ്യുന്നു. സ്നേഹത്തോടെ എന്നെ ക്ഷണിച്ച ബഹുമാന്യനും ഭവിഷ്യത്തിനും ആദരണീയനുമായി കർത്തദാസനോട് വന്ദനം അറിയിക്കുന്നു. പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, വാത്സല്യ കുഞ്ഞുമക്കൾ, അത്യപേക്ഷത്തിലായ കർത്തദാസന്മാരെല്ലാവരെയും ക്രിസ്തു യേശുവിൽ വന്ദനം അറിയിക്കുകയാണ്. കൊടുവല്ലൂര് APC ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയാണെങ്കിൽ വീണ്ടും വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതിന്റെ പരിസരങ്ങളിലൊക്കെ കുറെ മീറ്റിങ്ങുകളിലൊക്കെ വന്നിട്ടുണ്ട്, AG ക്ലാസ് എടുത്തിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് കൂടാം. അവസരം തന്നതിലും ദൈവത്തിന് സ്തോത്രം. യാത്രയിൽ നേരിട്ട് എൻ്റെ കൂടെ എൻ്റെ സ്നേഹിതനായ ബഹുമാന്യൻ പാസ്റ്ററുണ്ട്. അല്പം റോഡ് ബിസി ആയിരുന്നു. ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് അല്പം വൈകി ഇറങ്ങേണ്ടി വന്നു. ഞാൻ വീട്ടിലില്ലായിരുന്നു 2 ദിവസം. IPC 30 ഡിസ്ട്രിക്റ്റിൻ്റെ കൺവെൻഷനായിരുന്നു.
ഇന്നലെ എനിക്ക് മുനിയറ സംയുക്ത കൺവെൻഷൻ, അതെല്ലാം കഴിഞ്ഞ് രാത്രി യാത്ര ചെയ്ത് രാവിലെ വീട്ടിലെത്തിയപ്പോൾ 2 ഗസ്റ്റും ഒക്കെ ആയിട്ട് അല്പം ലൈറ്റായി പോയതാണ്. മനോരമയിൽ നമ്മൾ വായിക്കുന്ന പോലെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ വൈകിയത് ക്ഷമാപണം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ദിവസമായി നമുക്ക് വൈകി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എപ്പോൾ വരുന്നോ അതാണ് നമ്മൾ തക്ക സമയം. നമ്മുടെ ഒരു ഭാഷ ഉണ്ടല്ലോ, തക്ക സമയത്ത് വരുവാൻ ഇടയായിരുന്നു തക്ക എന്നൊക്കെ പറയുന്നുണ്ട്. വന്ന് ഏതും കഴിഞ്ഞു നമുക്ക് വലിയ സന്തോഷം. എല്ലാവരെയും ഒരിക്കൽ കൂടെ വന്നെന്ന് അറിയിക്കുക. മത്തായി സുവിശേഷം 19-ാം അധ്യായം 20-ാം വാക്യത്തിലെ എൻ്റെ കുറവെന്ത് എന്ന പ്രമേയത്തെ ആസ്പദീകരിച്ചുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളിൽ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും ശാന്തമായി നമ്മെ തന്നെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറ്റിയൊരു യോഗമായിട്ട് ഇതിനെ പരിഗണിക്കും. കുറെ ആത്മീയ ചിന്തകളൊക്കെ കേട്ട് 400 കന്യഭാഷയൊക്കെ പറഞ്ഞ് ആരാധിച്ച് പ്രൈസാഭാഷയൊക്കെ നടത്തി പോകാനുള്ള യോഗമില്ല. നമ്മളെ തന്നെ ഒന്ന് കണ്ടുകൊണ്ടിട്ട് സ്ഥിരം പ്രാർത്ഥനയിൽ തരണേ 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 എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ വാചകത്തിന് ഇന്ന് പ്രസക്തിയില്ല. പകരം പ്രസക്തിയുള്ള വാചകം എന്നെ കഴുകണമേ, എന്നെ ഒന്ന് കഴുകണമേ. ഉഭയസമ്മതത്തിൽ ഞാൻ ഏറെക്കുറെ വഴുതിപ്പോയിട്ടുണ്ടോ? മക്കളോടുള്ള എൻ്റെ ഉത്തരവാദിത്വത്തിലേറെ വഴുതിയോ? എൻ്റെ സഹോദരങ്ങളോടുള്ള എൻ്റെ ബന്ധത്തിൽ ഞാൻ വഴുതിപ്പോയോ? ഒരു ചാമ്പയ്ക്ക കിട്ടിയാൽ കുഞ്ഞു പെങ്ങൾക്കൊന്ന് കഴിക്കാൻ കൊടുത്തിട്ട് അവൾ കഴിച്ച ശേഷം ഞാൻ ബാക്കി തിന്നും. ഒരു മാങ്ങ കിട്ടിയാൽ ഇടിച്ചു പൊട്ടിച്ച് ഉപ്പുകളിൽ കൂട്ടി പെങ്ങളും ആങ്ങളെയും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ച്, കല്യാണം കഴിഞ്ഞ് പെങ്ങൾ സ്ഥലത്തോട്ട് ആങ്ങളുടെ സ്ഥലത്തോട്ട് മാറിയപ്പോൾ വെളിയില്ല, പറിച്ചതുമില്ല. അപ്പൊ പരുവത്തിന് മാങ്ങ കിട്ടിയ എടുത്ത് എറിയാൻ നിൽക്കുക. എന്താ നമുക്ക് പറ്റി? അപ്പോഴും ശാലിൻരാജ് എന്നൊരു പാട്ട് പാടിയാൽ നമ്മളെ പിടിക്കാൻ 16 പേര് വേണം. ഇല്ലേ നമ്മൾ തെറിച്ച് വെളിയിൽ പോകാം. അപ്പൊ എവിടൊക്കെയും നമുക്ക് എന്തൊക്കെ പറ്റിയിട്ടുണ്ട്, ആ അപാകതകളൊക്കെ ഒന്ന് മാറ്റിയെടുത്തു. ചേട്ടത്തി അനിയത്തിയും അനിയനും ചേട്ടനും നാത്തൂൻ്റെ കാര്യം പിന്നെ പറയണ്ട. ഈ പോരായ്മകൾ വിള്ളലുകളെല്ലാം മാറ്റിയെടുത്ത് ഒന്നുകൂടി ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. അതിന് കഴിയണമെങ്കിൽ അവരവർ ചിന്തിക്കണം. എൻ്റെ ഓർമ്മ എന്നോട് മിണ്ടുന്നില്ലെന്ന എൻ്റെ പരാതി, പക്ഷെ ഞാൻ മിണ്ടുന്നുണ്ടോന്നൊന്ന് ചിന്തിച്ചോ. എന്നെ നോക്കിയില്ല, നമ്മൾ നോക്കിയാൽ നോക്കണം. എന്നെ കണ്ടിട്ട് ചിരിക്കാതെ പോയത് നമ്മൾ ചിരിച്ചിട്ടുണ്ട്. നമ്മൾ ചിരിച്ചത് കൊണ്ട് ഏതാണ്ട് കാണിക്കുക. അത് വചനം പുതിയതുപോലെ കടുത്ത വൈദ്യുത മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ആത്മീയതയൊക്കെ. നിസ്സാര കാര്യങ്ങളില്ല നമ്മൾ അകന്നകന്നു പോയത്. വിളിക്കേണ്ടവരെ വിളിക്കുന്നില്ല, പോകേണ്ടടുത്ത് പോകുന്നില്ല, ചെയ്യേണ്ടത് ചെയ്യുന്നില്ല, അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ പാടുന്ന പാട്ടിന്റെ വൈബ്രേഷൻ ഭയങ്കരം. പറഞ്ഞിട്ടും ഞാനും ആകെ തോന്നില്ല. ബന്ധങ്ങളിൽ ശുദ്ധതയില്ലാതെ ആര് വാക്കുമെന്നേ പറയും. അപ്പൊ അതെല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി വിശേഷ ദർശനത്തോട് സംജാതമാക്കിയിട്ടുള്ള ഈ മീറ്റിംഗ് എല്ലാ നിലയിലും അനുഗ്രഹമാകട്ടെ. രാവിലെ 9:30 നേരത്ത് 80 വയസ്സുള്ള ഒരപ്പച്ചൻ പ്രാഞ്ചി റോഡിന്റെ ഓരത്തേരുന്ന് നടന്ന് ഒരു മൊബൈൽ കടയുടെ വാതിൽക്കൽ നിൽക്കുക. തുറന്നിട്ടില്ല. അദ്ദേഹം ആ നാട്ടിലെ ഒരു മാന്യനായ വ്യക്തിയാണ്. ഒരു സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. ആ റോഡിൽ പോകുന്നവർക്കെല്ലാം അദ്ദേഹത്തെ അറിയാം. സ്പീഡിൽ പോകുന്നവർ ഇദ്ദേഹത്തെ കണ്ട് വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട്, സാറേ എന്താ രാവിലെ ഇവിടെ എന്ന് ചോദിക്കും. അദ്ദേഹം പറഞ്ഞു, ഈ കടയിൽ വരെ വന്നു. അയ്യോ, അത് 10 മണിക്ക് തുറക്കുള്ളൂ, പിന്നെ തന്നെ ഇപ്പോഴേ വന്നു. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഞാൻ പതിയെ നടന്നു വന്നതാ, തുറക്കട്ടെ. അങ്ങനെ എല്ലാവരോടും കുശല പ്രശ്നമൊക്കെ നടത്തി അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ ഒരു സ്മാർട്ട് ബൈക്കിൽ ഒരു ബുള്ളറ്റ് വന്നു. അതിൻ്റെ മുറ്റത്ത് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് അവരിറങ്ങി വന്ന് നോക്കുമ്പോൾ ഈ പ്രശ്നം നിൽക്കും. എന്താ സാറേ? മോനെ, കടയുടെ ഉടമസ്ഥനാണോ? അതെ. എൻ്റെ ഫോണിന് എന്തോ ഒരു തകരാറ്, അതൊന്ന് കാണിക്കാൻ വേണ്ടി.
സോറി, ഞാൻ ലേറ്റ് അല്ല കേട്ടോ, സാധാരണ ഞാൻ വരുന്ന സമയമായിട്ടുള്ളൂ. അത് കുഴപ്പമില്ല, ഞാൻ ഇച്ചിരി നേരത്തെ വന്നെന്നുള്ളതേ ഉള്ളൂ. അവരിനിപ്പോൾ നിൽക്കും, ഞാൻ കാവലിനെ എന്ന് പറഞ്ഞിട്ട് അവൻ ചെന്ന് ഷട്ടർ തുറന്നകത്ത് കയറി ഒരു തിരി കൊടുത്തി അവിടെ നിന്നൊന്ന് പ്രാർത്ഥിച്ച് തൂത്ത് തുടച്ച് തോടി വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, തന്നെ മൊബൈൽ ഞാൻ നോക്കട്ടെ. അദ്ദേഹം ഫോൺ കയറ്റി കൊടുത്തു. അവരെ ഫോൺ ഒന്ന് തൂത്ത് തുടച്ചിട്ട് എൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ പടയൊന്ന് നോക്കിയിട്ട് വലിയ കംപ്ലൈൻറ്റ് എന്നുള്ളതായിട്ട് തോന്നി. കോൾ റിസീവ് ചെയ്യുന്നതിന് വല്ല പ്രശ്നമുണ്ടോ, കോൾ പോകുന്നതിന് വല്ല പ്രശ്നമുണ്ടോ എന്നറിയാം. ആദ്യം അവൻ്റെ നമ്പർ ഇതിനകത്ത് ഡയൽ ചെയ്യും. അപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നവൻ്റെ ഫോൺ അവിടെ നിന്ന് ചലിക്കുന്നു. അവൻ്റെ ഫോണിൽ നിന്ന് ഇതിലേക്ക് ഡയൽ ചെയ്തപ്പോൾ ഇത് കോൾ റിസീവ് ചെയ്യുന്നുണ്ട്, നല്ല സൗണ്ട്, ടൈം കറക്റ്റ്, ആപ്ലിക്കേഷനെല്ലാം ഓക്കെ. അപ്പോൾ പറഞ്ഞു, സാറേ ഇതിന് കംപ്ലൈൻ്റ് എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ മോനിക്ക് പറഞ്ഞാൽ ഞാൻ വേറെ കടയിൽ കൊടുക്കാം. അതവനെന്തോ ഒരാക്ഷേപം കൊണ്ടുവന്നിട്ട് അവൻ പറഞ്ഞു, മൊബൈൽ ഫോണിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ നാട്ടിൽ ഞാൻ മികച്ചതെന്ന് എൻ്റെ അഭിപ്രായം, എൻ്റെ നാട്ടുകാരുടെ അഭിപ്രായം, പിന്നെ എന്നെ വിശ്വാസം എനിക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അത് വാങ്ങിച്ചു. അതുകൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ പയ്യൻ ചോദിച്ചു, അല്ല ഇതിൽ കംപ്ലൈൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താ? കൈ നിങ്ങളെ തറ വീണോ? അതെന്നോ തറയെ ഞാൻ ഇട്ടിട്ടില്ല, എൻ്റെ കയ്യിൽ ഞാനിങ്ങനെ കൊണ്ടുനടക്കുകയല്ലേ തറ വീണിട്ട്. അല്ല പിന്നെ ഇത് കേടെന്ന് പറയാൻ കാരണം ഒരു ചുവടുകൂടി എൻ്റെ അടിയിലേക്ക് വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് മക്കൾ 3 3 പേര് കൂടി ഇല്ല, വിദേശത്താണ്, 3 പേരും വിവാഹിതരാണ്. ഇപ്പോൾ മക്കൾ 6 ഈ 3 പേർക്കും 3 മക്കൾ വീതമുണ്ട്. അപ്പോൾ കൊച്ചുമക്കൾ 9 പേരായി. അപ്പോൾ മക്കൾ 3, മരുമക്കൾ 3, കൊച്ചുമക്കൾ 9, ഇത്രയും പേരുണ്ട്. അല്ല അത് ഈ ഫോണുമായിട്ട് എന്താ ബന്ധം? അദ്ദേഹം പറഞ്ഞു, അവരുടെ ആരുടെയും ശബ്ദം ഞാൻ ഇതിൽ കേൾക്കുന്നില്ല, അവരുടെ ആരുടെയും ശബ്ദം ഞാൻ ഇതിൽ കേൾക്കുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, അതവർ വിളിക്കുന്നു, അവർ വിളിക്കാത്തതുകൊണ്ടല്ല, ഫോണിൽ എന്തോ കംപ്ലൈൻ്റ്. മക്കളെ വിളിക്കാത്തത് കൊണ്ടാണെന്ന് മക്കളുടെ മേൽ കുറ്റം ആരോപിക്കാൻ 80 വയസ്സുകാരന് പറ്റുന്നില്ല. അദ്ദേഹം പറയുന്നത് ഫോണിന്റെ കംപ്ലൈൻ്റ് ആണ്. കടലിനക്കരെ നിന്ന് ശബ്ദം വരുന്നില്ല ഇതിലേക്ക്, ഇന്റർനാഷണൽ കോളുകൾ ഇതിനകത്തേക്ക് വരുന്നില്ല. മോനെ ഞാൻ വേറെ കടയിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞ് നടക്കുകയാണ്. കഥയോടെ നിൽക്കട്ടെ. നമ്മുടെ ഒരു വഴി പ്രതീക്ഷിച്ചാരെങ്കിലും കണ്ണ് നനയ്ക്കുന്നുണ്ടോ? നമ്മളെ ആരെങ്കിലും സ്നേഹത്തോടെ വിളിക്കുമ്പോൾ വളരെ താല്പര്യത്തോടെ നിന്ന് കോൾ എടുക്കാൻ പറ്റുന്നുണ്ടോ? വേറെ പല കോളുകളും സംസാരിച്ചു തുടങ്ങുമ്പോൾ സമയം പോകുന്നതറിയാതെ ദീർഘമായി പറയാറുണ്ട്. പക്ഷേ മമ്മി വിളിക്കുമ്പോൾ, പപ്പ വിളിക്കുമ്പോൾ, ഭാര്യ വിളിക്കുമ്പോൾ, ഭർത്താവ് വിളിക്കുമ്പോൾ നമുക്കതേപോലെ സ്വതന്ത്രമായി നീ വെക്കേ, ഞാൻ ഇച്ചിരി തിരക്കാണ്. ആരോടാ നീ വെക്കേ? ഞാനിപ്പോൾ തിരക്കെന്ന് പറയുന്നത് സാധാരണ ആരോടാ പറയും? ഭാര്യയോടാ. വേറെ ആരുടെയോ ഭാര്യ വിളിച്ചിട്ട് ഒരു തിരക്കുമില്ല, നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായില്ലേ? മനസ്സിന് ഇത്തിരി പ്രശ്നവും വിഷമമൊക്കെ ആണെങ്കിൽ ഭാര്യയോട് സംസാരിക്കില്ല കുറേ നേരം. ഇതൊക്കെ മാറുമെന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടോളൂ, ഭാര്യയോട് സംസാരിക്കാൻ എന്ത് വിഷയം? ഭാര്യയോട് സംസാരിക്കുന്നു ഇത്രയും നേരം? നീ കഴിച്ചോ? പിള്ളേർ വന്നോ? എന്നാ ഞാൻ പിന്നെ വന്നേ. അതല്ലാതെ വേറെ എന്ത്? ഭാര്യയോട് സംസാരിക്കുന്ന വിഷയം ദാരിദ്ര്യമല്ലേ? അപ്പൊ മറ്റേ പുള്ളി പറഞ്ഞു, അത് നിങ്ങളുടെ സ്വന്തം ഭാര്യയോടല്ലേ, വേറെ വല്ല ഭാര്യമാരോട് സംസാരിക്കുക. അപ്പം എത്ര നേരം വേണമെങ്കിലും നിങ്ങൾ സംസാരിക്കാം. സ്വന്തമായി കേസിൽ ഫോൺ ഉണ്ടായിട്ട് പോലും വ്യക്തിബന്ധങ്ങളെ സുദൃഢമാക്കാൻ കഴിയാത്തൊരു ഗതികേട് ആധുനിക ലോകത്തിൽ. ഇവിടെയാണ് ബന്ധങ്ങളുടെ സുതാര്യതയും സുശക്തതയും സുദൃഢതയും സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് ബഹുമാന്യ പാസ്റ്റർ കുടുംബ ബന്ധങ്ങൾ വചനവീക്ഷണത്തിൽ എന്ന് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ആഴത്തിൽ പഠിക്കാൻ പോകുന്നത്. സന്തോഷമാണ്. കേട്ടിട്ട് ഗ്ലോറി പറയാൻ പറ്റിയ സാധനമൊന്നും പറയത്തില്ല. നമ്മൾ നന്നായിട്ട് സ്കാൻ ചെയ്യപ്പെടാൻ പര്യാപ്തമായ ആശയങ്ങളിലേക്കും ആലോചനകളിലേക്കുമാണ് ഇവർ നടത്തുന്നത്. ഞാൻ ഈ പയ്യനെ കുറിച്ചൊക്കെ പറയാം. ഈ ചെറുപ്പക്കാരൻ 10-ന്റെ 19-ന്റെ 20-ന് നമ്മൾ വായിച്ച ആ പയ്യനുണ്ട്. യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. മത്തായി അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് വിശേഷ രീതിയായി പറയുന്നു, എൻ്റെ കുറവെന്ത്
അത് മർക്കോസും ലൂക്കോസും പറയുന്നില്ല, മത്തായി മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ഇവന്റെ വ്യക്തിത്വ മഹത്വത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ വേറൊരു വാക്യം നമ്മൾ വായിക്കണം. അത് 10:17 മർക്കോസിന്റെ സുവിശേഷം 10:17. ആ വാക്യം നമ്മൾ വായിച്ച് മർക്കോസിന്റെ സുവിശേഷം മതി. ഈ കുഞ്ഞുങ്ങളൊക്കെ നോട്ട്സ് കുറിക്കുന്നുണ്ടോ? പേപ്പർ വേണമെന്നുണ്ടോ? ഈ ചെറുപ്പക്കാരന്റെ സ്വഭാവ സവിശേഷതയെ കുറിച്ച് ചില കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തോ. അതിന് പറ്റിയൊരു ഭാഗമാണ് മർക്കോസ് 10:17 വാക്യം. യേശു യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്നു എന്നുള്ളത് എങ്ങനെ വന്നെന്നാ പറഞ്ഞത്? അതവന്റെ ഉത്സാഹത്തെ കാണിക്കാൻ, ഉത്സാഹമുള്ളൊരു ചെറുപ്പക്കാരൻ ഓടി വന്നു. നമ്മളൊക്കെ എത്തണമെങ്കിൽ പാടാണ്. ഇതിവൻ എങ്ങനെ വന്നെന്നാ? ഒന്ന് അനങ്ങി ഒതുങ്ങി ഒരുങ്ങിയൊക്കെ വരണമെങ്കിൽ ഒരു സമയമാവും. പക്ഷെ ഇവൻ യേശുവിന്റെ അടുത്ത് വന്നത് എങ്ങനെ? നമുക്ക് ഒത്തിരി താമസമാണ്. അത് ഏതാ താമസം? ഷോപ്പിംഗ് താമസമൊന്നുമില്ല. നമുക്ക് പോകാൻ പറഞ്ഞാൽ ക്രെഡിമൊന്നും പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞു അങ്ങനെ സഭായത്തിൽ പോകാൻ പറഞ്ഞാൽ കുറെ താമസം ഉണ്ടാവും. യോഗത്തിന് പോകാൻ പറഞ്ഞാൽ കുറെ താമസം ഉണ്ടാവും. യേശുവിന്റെ അടുക്കലേക്ക് ഒരുവൻ എങ്ങനെ വന്നു? ഉത്സാഹമാണ്, തികഞ്ഞ ഉത്സാഹം. അതാണ് ഓടി വന്നു എന്നുള്ളത്. എന്നിട്ട് അടുത്ത പദം എന്താ? മുട്ടുകുത്തി. അവരുടെ വിധേയത്വമാണ്, വിധേയത്വം. അപ്പൊ ഒന്ന് ഉത്സാഹമുള്ളവരാണ്, രണ്ടാമത്തുള്ളതാണ് വിധേയത്വം, വിനയം. യേശുവിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി, വിനീത വിധേയമായ ഒരു സ്വഭാവം. അതാണ് മുട്ടുകുത്തി എന്ന് പറയുന്നത്. ആദരവിന്റെ ഒരു സ്വഭാവം എന്നാ നഷ്ടപ്പെട്ടു പോകുന്നത് തന്നെയാണ്. നേരത്തെ നേരെ നിന്ന് കൈ കൊടുക്കുന്ന മക്കളുമാരൊക്കെ കേട്ടോ, ജസ്റ്റ് ഒന്ന് തല വിളിക്കാൻ മനസ്സിലാക്കി. അതാണ് ആദരവിന്റെ. പ്രാർത്ഥിക്കുമ്പോൾ പോലും ഈ ഇവിടെ എന്തായാലും ഇരിക്കുന്നു. പഠിക്കാനിരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അതുപോലെ സുഖമാണ് കഥാഗ്രഹിക്കുന്നത്. മുട്ടുകുത്ത്, ആദരവിന്റെ ഒരനുഭവം. മുട്ടുകുത്തി അത് എന്തിനെ കാണിക്കുന്നത് പറഞ്ഞേ? വിധേയത്വമാണ്. അടുത്ത പറയുന്നത് നല്ല ഗുരു, സംഭാഷണ ചാതുര്യതയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കൊണ്ട് നിങ്ങൾ കൊള്ളാം. ചിലരെ കാണാൻ കൊള്ളാം, വായി തുറന്ന് വരുന്ന മിണ്ടിയായിട്ട് നാളെ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കൊള്ളാം, ഫോട്ടോഷോപ്പിന് കൊള്ളാം. വാ തുറന്ന പിന്നെ രക്ഷയില്ല. വാ തുറന്ന രക്ഷയെന്ന് പറഞ്ഞാൽ വായിനാറ്റം കൊണ്ടല്ല, ഈ പറയുന്ന പദപ്രയോഗങ്ങൾക്ക് ഒരു മാന്യതയില്ല. അതാണ് എന്റെ വസ്തു. പക്ഷെ ഇവന്റെ ആ സംഭാഷണം കണ്ടോ? എങ്ങനെ വിളിക്കുന്നത്? ഗുരു എന്ന് വിളിക്കാം. പക്ഷെ ഇത് നല്ല ഗുരു. യേശുവിന്റെ ഔന്നത്യത്തെ അവൻ തിരിച്ചറിഞ്ഞിട്ട് വിളിക്കുക നല്ല ഗുരു. മറിയ യേശുവിനെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മറിയ വിളിക്കുന്ന ഒരു വിളിയുണ്ടല്ലോ, അത് ഗുരുവെന്നല്ല. റബ്ബോനി അതാണ് വിളിക്കുന്നത്. ഗുരു എന്ന് വിളിക്കുന്നത്. റബ്ബി എന്ന് വിളിച്ചാൽ ഗുരു എന്നാണ്. ആസ്വദിച്ചോണം. റബ്ബി എന്ന് പറഞ്ഞാൽ എന്താ? ഗുരു. റബ്ബോനി എന്ന് പറഞ്ഞാൽ മൈ ടീച്ചർ, എന്റെ ഗുരു എന്നാണ്. യേശുവിന്റെ വിശേഷം കൊടുക്കുന്നത് യേശു എന്റെ സ്വന്തമാണ്. ഈ ചെറുപ്പക്കാരൻ യേശുവിന്റെ വിശേഷം കൊടുക്കുന്നത് നല്ല ഗുരുവാണ്. നല്ല ഗുരു എന്നാണ്. നല്ല ഗുരു എന്ന് പറഞ്ഞാൽ തുല്യം പറയാനില്ലാത്തൊരു ഗുരുവാണ്. സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ആദിശങ്കരൻ അടക്കമുള്ള ഒട്ടനവധി ദാർശനിക പ്രബോധകന്മാരെ, മതബോധന ഗുരുക്കന്മാരെ നമുക്കറിയാം. പക്ഷെ അവരിൽ മികച്ചൊരു ഗുരു നമ്മുടെ അതിവൻ വെളിവാക്കുന്നു നല്ല ഗുരു. ആദ്യം പറഞ്ഞൊന്നും മറന്നു പോകരുത്. ഒന്നാമത് എന്താ പറഞ്ഞേ? ഉത്സാഹമുള്ളവൻ. രണ്ടാമത് എന്താ പറഞ്ഞേ? വിധേയത്വമുള്ളവൻ. മൂന്നാമത് എന്താ പറഞ്ഞേ? സംഭാഷണ ചാതുര്യതയുള്ളവൻ. ഓക്കെ, അടുത്തത് എന്താ? നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അതിന്റെ അന്വേഷണം എന്താണെന്നറിയാം. മികച്ച കാഴ്ചപ്പാടുള്ളവനാണ്. ഗുരുവിനോട് അവനെ ചോദിക്കുന്നതും പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നതും എന്തുവാണ്? നിത്യജീവൻ. സാറേ, നല്ല കുഴിമന്തി അവിടെ കിട്ടുന്ന കടയുണ്ടെന്നാണ് ചോദിച്ചത്.
ഈ വഴിക്ക് പോയാൽ നല്ല ഹോട്ടൽ എവിടെയാണ്, അതാണ് നമ്മളാണ് ചോദിക്കുന്നത് അല്ലേ? പക്ഷെ ഇവൻ ചോദിക്കുന്നത് എന്തുവാ? നിത്യജീവൻ കൊടുക്കട്ടെ, നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവനെ പ്രാപിക്കും. അവ ഭാഗം വായിച്ച നിത്യജീവനെ അവന്റെ ആവശ്യബോധം നിത്യജീവൻ. അടുത്ത ഒരു ചിന്ത കൂടെ അവിടെ പഠിക്കണം. ഞാൻ എന്ത് ചെയ്യണം? What shall I do? ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവനെ കിട്ടുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? എന്ത് തരാം? എന്ത് കൊടുക്കാം? എവിടെ വരാം? അങ്ങയുടെ കൂടെ അങ്ങനെ എനിക്കൊരു ഗൈഡ് തരാം, അങ്ങനെ എന്നെ ഒന്ന് ഗൈഡൻസ് ചെയ്യാമോ? നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എത്ര ചെലവാക്കണം? ഞാൻ എന്ത് ചെയ്യാം? ഞാൻ എന്ത് ചെയ്യണം? ഈ ചിന്തകളിലുള്ള ആത്മീയ ആശയങ്ങളെ മനസ്സിലാക്കിയിട്ട് ആ ചെറുപ്പക്കാരനായി നമ്മൾ മാറണം. അവന്റെ ഒരു മനോഭാവത്തിലേക്ക് നമ്മെ പറ്റുള്ളൂ. അപ്പൊ കർത്താവ് കുറെ ന്യായങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, അതൊക്കെ ഞാൻ നിർബന്ധം ചെയ്യുന്നവരെ നമുക്ക് പറയാനതാണ്. എത്ര വർഷമായി ബന്ധോബസ്ത് നടത്തി, അതും പ്രത്യേകിച്ച് ലോകവ്യാപകമായ IPC, അതും പ്രത്യേകിച്ച് ഒഴുവന്നൂർ IPC. പിന്നെ പറയണം, ഇതിൽ മികച്ച ഒരു ഇടപെടലുണ്ട്. എന്നെ ദൈവം നട്ട താളം, ഞാൻ വളർന്ന പശ്ചാത്തലം, ഞാൻ ജനിച്ച തറവാട്, എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ, ഇതെല്ലാം മികച്ചതാണ്. ഇതെല്ലാം അവൻ പറയുന്നുണ്ട്. എൻ്റെ ഒടുവിൽ അവൻ പറയുക, ഇനി എൻ്റെ കുറവെന്താണ്? സ്നാനപ്പെട്ട വർഷം ഒത്തിരി പറയില്ല, അന്യഭാഷ പറയാൻ തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി. കർത്തൃമേശ ഇതുവരെ കഴിച്ച അല്പാൽപ്പമാണ് അപ്പോഴെങ്കിലും ആ അപ്പം എല്ലാം കൂടെ ഒരു ബേസിനകത്ത് പോലും കൊള്ളത്തില്ല. അപ്പത്തെ ഇതുവരെ കഴിച്ചത് വീഞ്ഞ് അല്പമേ നുണഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് എല്ലാം കൂടെ കൂട്ടിവെച്ചിരുന്നെങ്കിൽ അത് ഒരു ബാലില് ഞാൻ കുടിച്ചു തീർത്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു അന്വേഷണം കൊണ്ട് ഇനി വല്ല കുറവുള്ള ജീവിതത്തിൽ അത് കണ്ടെത്താൻ വേണ്ടിയാണ്. എൻ്റെ വാക്കുകളിൽ പിഴവ് വന്നു, എൻ്റെ നിലപാടുകളിൽ പിഴവ് വന്നു. ഞാൻ തട്ടിയതിൽ, മുട്ടിയതിൽ, ഉരഞ്ഞതിൽ, ചാഞ്ഞതിൽ, ചരിഞ്ഞതിൽ, ഞാൻ നോക്കിയതിൽ നോക്കാതിരുന്നതിനകത്ത്, ഞാൻ കൊടുത്തതിൽ കൊടുക്കാതിരുന്നതിനകത്ത്, ഞാൻ വാങ്ങിയതിൽ വാങ്ങാതിരുന്നതിനകത്ത് വല്ല കുറവുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണെന്ന് തിരിയട്ടെ. അതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുക. സന്തോഷമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ കുറവുകൾ കണ്ടെത്തുന്ന ചില വചന വീക്ഷണത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. അതിൽ ഒന്നാമത്തേത് കുറിച്ചെടുത്തോണം. ഒന്നാമത്തേത്, പരിശുദ്ധ തൃത്വവുമായുള്ള ആന്തരിക രമ്യത ഉണ്ടോ ഇല്ലയോ? അങ്ങനെ തന്നെ എഴുതണം വാചകം. പരിശുദ്ധ തൃത്വവുമായി നമുക്ക് ആന്തരിക രമ്യത ഉണ്ടോ ഇല്ലയോ? എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം, ഈ മൂന്നാളത്വ മഹിമകളുമായിട്ട് നമുക്ക് എന്തോ വേണം? ബന്ധം പോലെ. പിന്നെ എന്തോ വേണം? ആന്തരിക രമ്യത. ദൈവത്തെ അറിയാം, യേശുവിനെ അറിയാം, പരിശുദ്ധാത്മാവിനെ അറിയാം. പക്ഷെ ഈ മൂന്നാളത്വങ്ങളുമായി നമുക്ക് എന്തോ വേണം? ആന്തരിക രമ്യത. അങ്ങനെ ബന്ധം വേറെയാണ്, രമ്യത വേറെയാണ്. അതിന് വ്യത്യാസം അറിയാം. ബന്ധം വേറെയാണ്. ബന്ധം നാട്ടുകാർക്ക് അറിയാം. ഭാര്യ ഭർത്താവ്, ചേട്ടൻ അനിയനോ, അനിയത്തി ചേട്ടത്തിയോ, നാഥനും നാഥനും, അളിയനോ അളിയനോ, എല്ലാവർക്കും ബന്ധം അറിയാം. പക്ഷെ ഈ ബന്ധത്തിൽ രമ്യതയുണ്ടോ? ദൈവമായിട്ട് ബന്ധം പോലെ. ബന്ധക്കോസ് നമുക്ക് ദൈവമായിട്ട് ബന്ധം അടുത്താണല്ലോ. അവന്റെ കറിയത്തിന് അന്നമ്മ, ചിന്നമ്മ, ജോജാമ്മ, മേഴ്സി, ഷാനി, ജേസി, എബി, മാത്യു എന്നൊക്കെ കേൾക്കുമ്പോഴേ അറിയാം പടം ക്രിസ്ത്യാനിയാണ്. ബദൽ, രഘബോത്ത്, പെനിയർ എന്നൊക്കെ കേൾക്കുമ്പോൾ അറിയാം മൂത്ത ക്രിസ്ത്യാനി. അപ്പൊ ദൈവമായിട്ട് എന്തുകൊണ്ട് ബന്ധം? പക്ഷെ രമ്യതയുണ്ടോ? രമ്യതയെ ബന്ധം തിരിച്ചറിയാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ കുടുംബ സംവിധാനമായതുകൊണ്ട്, സംഗമമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരു ഉദാഹരണം, അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കരുത്. രണ്ടുപേര് ഭാര്യ ഭർത്താവ് പോകുന്ന എല്ലാവർക്കും അറിയാം. വില്ലേജിൽ ഇതിന് സാക്ഷിയോട്ട് പഞ്ചായത്തിൽ ചെത്താനുണ്ട്. എല്ലായിടത്തും അതിൻ്റെ ഡോക്യുമെന്റ്സ് ഉണ്ട്. റേഷൻ കാർഡ് എടുത്ത് നോക്കിയാൽ ഗ്രഹനാഥൻ ഗ്രഹനായി. ഒരു വീട്ടിലാണ് താമസിക്കും, ഒരു മുറിയിലാണ് ഉറങ്ങും, ഒരു കട്ടിലാണ് ഉറങ്ങും. വീതി വിശാലതയുള്ള ഫാമിലി കോർട്ടിന്റെ അങ്ങേയറ്റ തച്ചാൽ ഇങ്ങേയറ്റ തമ്മാമൻ നറുക്കത്തെ തലയാണെങ്കിൽ എന്തോ ഇല്ലെന്ന് അതിന്റെ അർത്ഥം. ഇപ്പൊ മനസ്സിലായ സംഭവം അതാണ്. ബന്ധമുള്ളത് കൊണ്ടാണ് ഒരു മുറി, ബന്ധമുള്ളത് കൊണ്ട് ഒരു കട്ടില്. പക്ഷെ രമ്യത ഇല്ലാത്തത് കൊണ്ടാണ് നടുക്കെന്തോ വരുന്നത് തലയണത്. നീ എന്നെ മുട്ടല്ലേ, ഞാൻ നിന്നെ മുട്ടുന്നില്ല. തലയണയ്ക്ക് കിട്ടാൻ പോകുന്ന അവാർഡാണ്. എത്ര കാലമായി അറിയാൻ ഇങ്ങനെ അതിർത്തി സൂക്ഷിക്കുന്നത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്
അപ്പൊ ബന്ധമുണ്ട്, പക്ഷെ എന്തോ ഇല്ല, രമ്യതയില്ല. ഈ ഒരു ഇടപാടാണോ നമുക്ക് ദൈവവുമായിട്ടുള്ളത്? ദൈവത്തെ ഇസ്രായേലിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, സൈന്യങ്ങളുടെ യഹോവ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സംഭവം അറിയാം. പക്ഷേ ഈ ദൈവവുമായി നമുക്ക് രമ്യതയുണ്ട്. ദൈവത്തോട് നമുക്ക് രമ്യത ഉണ്ടോ ഇല്ലയോ എന്ന് കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോളാം. ദൈവത്തോട് നമുക്ക് രമ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ദൈവത്തിന് നമ്മൾ പ്രഥമ പരിഗണന കൊടുക്കുന്നുണ്ടോ? ദൈവത്തിന് പ്രഥമ പരിഗണന കൊടുക്കണം. ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഏറ്റവും ഊഷ്മളമായിരിക്കുന്ന അനുഭവത്തിന് വേദപുസ്തകം നൽകുന്ന ഗംഭീരമായ ഒരു വാക്യം. ആ വാക്യം പറഞ്ഞുകൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. വേദപുസ്തകത്തിന്റെ ആരംഭവാക്യം എന്ന് പറഞ്ഞ് വാചകം എന്ന് പറഞ്ഞ വാക്യമല്ല, വാചകം അതിൽ ആകാശഭൂമിയിലോടൊന്നും പോണ്ട. ആദ്യത്തെ വാചകം പറ, ആദിയിൽ ദൈവം. ഒന്ന് പറഞ്ഞു നോക്കി, ആദിയിൽ ദൈവം, ആദിയിൽ ദൈവം, ആദിയിൽ ദൈവം. യോഹന്നാൻ 1:1 പറഞ്ഞു നോക്കി, ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി. ആദിയിൽ വചനം, ആദിയിൽ ദൈവം, ആദിയിൽ വചനം. ഇത് രണ്ടും കൂടെ സമന്വയിക്കപ്പെട്ട ഒരു ജീവിത സംസ്കാരമാണെങ്കിൽ വിജയിച്ചു നമ്മൾ. എല്ലാം കഴിഞ്ഞിട്ടല്ല ദൈവം. അമ്മാച്ചനെ, ഉപ്പാപ്പനെ, കൊച്ചമ്മനെ, മച്ചാനെ, മച്ചത്തി എല്ലാം വിളിച്ചു കഴിഞ്ഞിട്ടല്ല എന്താ നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയുന്നത്. ആദ്യം ദൈവത്തോട് ചോദിക്കണം. ദൈവം അനുവദിക്കണം കാര്യങ്ങൾ. ദൈവമാണ് പ്രഥമ പരിഗണന. ആദിയിൽ ദൈവം, അത് കഴിഞ്ഞ് ആദിയിൽ വചനം. മക്കളമാരെ ശ്രദ്ധിച്ച്, ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം വാട്സപ്പ് അല്ല, മൊബൈൽ ഫോൺ അല്ല, യൂട്യൂബ് അല്ല, ഫേസ്ബുക്ക് അല്ല. ആദിയിൽ ആരോട്? ദൈവത്തോട്. അത് കഴിഞ്ഞ് പിന്നെ എന്ത്? വചനം. ആദ്യം ദൈവത്തോട് സംസാരിക്കണം, പിന്നെ വചനം വായിക്കണം. അത് കഴിഞ്ഞ് മതി കട്ടൻ കാപ്പി പോലും. ഇത് ഉണർന്നു വരുമ്പോഴേ ചൂടുള്ള കാപ്പി കണി കാണണമെന്നൊക്കെ നിർബന്ധം പിടിക്കണ്ട. ആദ്യം ദൈവമുഖം കാണുക, ആദ്യം ദൈവത്തിന്റെ വചനം. അതിനൊരു തത്വം ഞാൻ പറയാം, ശ്രദ്ധിച്ചോണം. ആദ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ജീവിതത്തിൽ ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നു. അപ്പൊ ആദ്യം ദൈവത്തോട് എന്തോ ചെയ്യണം? അത് കഴിഞ്ഞ് മതി വേറെ ആരോട് സംസാരിക്കണം. ദൈവത്തോട് ആദ്യം സംസാരിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഉണർന്ന് നമ്മൾ തലയിൽ കഴിഞ്ഞാൽ ആരോട് നമുക്ക് സംസാരിക്കാം? ആരോട് സംസാരിക്കാൻ പിടിക്കുന്നില്ല. ആദ്യം ആരോട് സംസാരിക്കുന്നത്? ഇത് എഴുന്നേറ്റ് പാടെ എഴുന്നേറ്റ് ഇറങ്ങിയെന്ന് പോയി നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുക. എല്ലാം ചെയ്തു പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ എവിടെ വരുന്നത്? പ്രാർത്ഥിക്കാൻ. ആദ്യം ദൈവത്തോട് സംസാരിക്കാം. അത് കഴിഞ്ഞ് ആദ്യം ഇത് രണ്ടിനും ആദിയിൽ എന്നാ പറഞ്ഞു. ഇതിൽ ഏതാ ഒന്നാമത് വെക്കേണ്ടത് എനിക്കിന്നും കൺഫ്യൂഷനാണ്. കാരണം വചനം ദൈവമാണ്, ദൈവം വചനമാണ്. അതുകൊണ്ട് ആദിയിൽ ദൈവം എന്ന് പറഞ്ഞാൽ പ്രഥമ പരിഗണന ദൈവത്തിന്. ഈ വാചകം കൂടെ ശ്രദ്ധിച്ചോളാം. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കും. 1. 2, വചനം വായിക്കുന്നവനോട് ദൈവം സംസാരിക്കും. മനസ്സിലായി? പ്രാർത്ഥിക്കുന്നവൻ ആരോട് സംസാരിക്കുന്നത്? ഇതിനകത്തിരിക്കുന്നവരാരെങ്കിലും പിണറായി വിജയൻ സാറോട് സംസാരിച്ചവരുണ്ടോ? ഇവിടുത്തെ കളക്ടറോട് സംസാരിച്ചവരുണ്ടോ? ഇതേത് ആലപ്പുഴയില്ലേ സംസാരിച്ചവരുണ്ടോ? ഇല്ല. വി.ഡി. സതീശൻ അവരോട് സംസാരിച്ചവരുണ്ടോ? ഇല്ല. എന്നാ പിന്നെ മോദിയോട് സംസാരിച്ചവരുണ്ടോ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്കറിയാവുന്ന ഈ പ്രമുഖ താരങ്ങളോടൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇനി ശ്രദ്ധിച്ചോണം, ഇവരെ വേണമെന്ന് തോന്നുമ്പോൾ ആക്കാൻ, വേണ്ട തോന്നുമ്പോൾ കയ്യെ പിടിച്ച് എടുത്ത് കളയാനും പരമാധികാരമുള്ള ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന. അതിന് നമ്മൾ ജാഗ്രതയുള്ളവരാകും. മോദിയോട് സംസാരിച്ചില്ലെങ്കിൽ എന്താ? ട്രംപിനോട് സംസാരിച്ചില്ലെങ്കിൽ എന്താ? ട്രംപിനെ വേണമെന്ന് തോന്നുമ്പോൾ ആക്കി വയ്ക്കുക, വേണ്ട തോന്നുമ്പോൾ എടുത്ത് കളഞ്ഞ അടുത്താണ് ആക്കിയിരിക്കുന്ന പരമാധികാരിയായ ദൈവത്തോട് എല്ലായ്പ്പോഴും സംസാരിക്കുന്നവരാ നമ്മൾ. മനസ്സിലായില്ലേ? അങ്ങനെ വരുന്നവരുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയേക്കാൾ ഓജസ്സും തേജസ്സുമാണ് നമുക്ക്. പക്ഷെ പ്രാർത്ഥിക്കണം. ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ ദൈവത്തോട് സംസാരിക്കണം. ഒന്നാമത്. അത് കഴിഞ്ഞിട്ട് വചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കണം. ഈ രണ്ടു വഴിയും സുതാര്യമാകും. പ്രാർത്ഥിക്കാതെ ശുഷ്കമായി പോയ ആത്മീയത. അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാനും വചനം വായിക്കേണ്ടതുപോലെ വായിക്കാനും കഴിയാതെ വരുമ്പോൾ പലിശ കൂട്ടുപലിശ തീർത്ത് പിന്നെ കുത്തിയിരുന്ന് 21-40 ഇരിക്കേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഒരു 7 ദിവസം ഇരിക്കണം എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം ഉപവാസം എടുക്കണ്ടേ, ഷുഗറാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്ത് ചെയ്യേണ്ട? ഉപവാസം വേണ്ട. അങ്ങനെ ഉപവാസമില്ല, പ്രാർത്ഥനയില്ല, വചനധ്യാനമില്ല. അത് ഒരുമാതിരി വരണ്ട വിശ്വാസികൾ. മനസ്സിലായി?
അത് വരാതിരിക്കേണ്ടതിന് ദൈവമായിട്ടുള്ള ആന്തരിക രംഗതയിൽ ഒന്നാമത്തെ സംഗതി പ്രഥമ പരിഗണന ദൈവത്തെ. പ്രഥമ പരിഗണനയ്ക്ക് 2 വാക്യങ്ങൾ ഞാൻ തന്നു. ഏതൊക്കെ? ഉൽപ്പത്തി 1:1, യോഹന്നാൻ 1:1 അത് പറഞ്ഞതുപോലെ. ഇനി ഈ ആന്തരിക രംഗത പരിശുദ്ധ തൃത്വത്തോട് വേണമെന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ എനിക്ക് കുറിച്ച് തരാം. 3 കാര്യങ്ങൾ കുറിച്ച്. 1, ദൈവത്തിന് പ്രസാദ യോഗ്യമായി ചെയ്യും. ദൈവത്തിന് എന്താ വേണം? ദൈവം പ്രസാദിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ വഴിത്താരയിൽ ദൈവം പ്രസാദിക്കണം. നമ്മുടെ ആത്മീയതയിൽ ദൈവം എന്ത് ചെയ്യണം? നമ്മുടെ രാത്രികളിലും നമ്മുടെ പകലുകളിലും ദൈവം പ്രസാദിക്കണം. നമ്മുടെ ബന്ധങ്ങളിൽ ദൈവം പ്രസാദിക്കണം. നമ്മുടെ ദാമ്പത്യത്തിൽ, നമ്മുടെ സാമ്പത്തികത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ ദൈവം എന്തോ ചെയ്യണം? ദൈവം പ്രസാദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചു നോക്കി. എന്റെ ചെയ്വനകളിൽ, എന്റെ പോക്കിൽ, എന്റെ വരവിൽ, എന്റെ കൊടുക്കലിൽ, എന്റെ വാങ്ങലുകളിൽ, എന്റെ മറ്റുള്ളവരുള്ള ബന്ധങ്ങളിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ? ദൈവത്തിന് പ്രസാദം ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ ദൈവത്തിന് അതിൽ എന്തോ ഇല്ല. അപ്പൊ ദൈവത്തിന് പ്രസാദം. അതിന് വാക്യം എഴുതിക്കോ. ദൈവപ്രസാദം എന്ന് എഴുതിയിട്ട് ദൈവപ്രസാദ യോഗ്യമായ ജീവിതം എന്നെഴുതിയിട്ട് എന്റെ വാക്യം എഴുതിക്കോണം. 1 തെസ്സലോനിക്കർ 4:1 വാക്യം. 1 തെസ്സലോനിക്കർ 4:1. ഒടുവിൽ ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് പഠിച്ചതുപോലെ. വാക്യം എഴുതിയാൽ വായിക്കണമെന്നില്ല. എഴുതുന്നതിന്റെ തിരക്കിനിടയിൽ വായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അത്യാവശ്യ വാക്യങ്ങൾ മാത്രം ഞാൻ പറയുന്നത് വായിച്ചു. 1 തെസ്സലോനിക്കർ 4:1 വാക്യം. ദൈവപ്രസാദം ലഭിക്കണം. നമ്മുടെ ആണിന്റെയും പെണ്ണിന്റെയും വലുതിന്റെയും ചെറുതിന്റെയും എല്ലാ ജീവിതത്തിൽ ആര് പ്രസാദിക്കണം? ദൈവം പ്രസാദിക്കണം. 19-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പ്രയോഗമുണ്ട്. എന്റെ ദൈവമേ, എന്റെ വായിലെ വാക്കുകളും വാങ്ങിക്കാൻ. ആ വാക്യത്തിന് മുമ്പിൽ നമുക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടും? ഹൃദയത്തിന്റെ ധ്യാനവും വായിലെ വാക്കുകളും വാങ്ങിക്കെന്തുവാണ്. അപ്പൊ ഇവിടെ നമ്മുടെ കുറിവാക്യം മറന്നു പോകരുത്. ഓരോ പോയിന്റ് പഠിക്കുമ്പോൾ കുറിവാക്യം പഠിക്കണം. ഇതിൽ എന്റെ കുറവെന്താ? എന്റെ വാക്കുകൾ ദൈവപ്രസാദിക്കും. ദൈവപ്രസാദ യോഗ്യമായ ജീവിതം എനിക്ക് നയിക്കാൻ പറ്റണം. ഞാൻ ഭർത്താവിനോട് സംസാരിക്കുന്നു, ഞാൻ ഭാര്യയോട് സംസാരിക്കുന്നു, ഇതിലൊക്കെ ദൈവം പ്രസാദിക്കുന്നു. വിദഗ്ധമായിട്ട് ഞാൻ ആളുകളെ അപഹസിക്കുകയോ ഇകഴ്ത്തുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുന്ന വാചക രീതി ഉണ്ടോ എനിക്ക്? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ദൈവം ചെയ്യത്തില്ല. വിദഗ്ധമായ വ്യക്തിത്വത്തെ കളിയാക്കുന്ന ചില വാചക ശൈലിയുണ്ട് ചിലർക്ക്. മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞുഞ്ഞമ്മോ, എന്റെ വാച്ച് കണ്ടായിരുന്നു. പാപ്പച്ചാന്റെ ചോദ്യം എന്ന സൗമ്യമായിട്ട് ചോദിക്കുന്ന ഭാര്യയോടായിട്ട് പോലും എന്റെ വാച്ച് ഇവിടെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന സാധാരണ രീതിയുണ്ട്. ആ രീതിയിലല്ല പുള്ളിക്കാരൻ ചോദിക്കുന്നത്. കുഞ്ഞുഞ്ഞമ്മോ, എന്റെ വാച്ച് കണ്ടായിരുന്നു. എന്നും വാച്ച് വെച്ചേക്കുന്നത് നോക്കിയപ്പോൾ കണ്ടില്ല. അത്യാവശ്യം പുറകെ പറയാൻ നേരത്തെ വാച്ച് കണ്ടില്ല. അന്നേരം ചോദിക്കുന്നത്, അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യയോട് ചോദിക്കുക, എന്റെ വാച്ച് കണ്ടായിരുന്നു. പുള്ളിക്കാരി അതേ സൗമ്യമാണ് പറഞ്ഞു, ഓ കണ്ടായിരുന്നു. അയ്യോ എവിടാ? ഞാൻ അതുകൊണ്ട് ഉപ്പ വളർത്തിക്കൊണ്ടിരിക്കുക. വാച്ച് കൊണ്ട് എന്തോ ഒറ്റ അടുക്കള പണി ചെയ്യുന്നതിന്റെ മാനസിക വിഷമം കൊണ്ട് ഭർത്താവിനോട് പറഞ്ഞ വാചകമാണ് പരിഹാസത്തിന്റെ, ആക്ഷേപത്തിന്റെ. അപ്പൊ ഇങ്ങനെ വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ ജ്ഞാനവും ഒക്കെ മറ്റുള്ളവർക്ക് ആക്ഷേപമാകുന്ന ദൈവത്തിന് അങ്ങനെ പ്രസാദമാണ്. അവരോട് പറയുന്നതിനകത്ത് ഇതുപോലുള്ളതായിരിക്കുന്ന ആക്ഷേപഹാസ്യങ്ങളുണ്ട്. ഇതൊന്നും ദൈവത്തിന് എന്തല്ല. ദൈവപ്രസാദത്തെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം. ദൈവശാസ്ത്രം പറയാം. മാർഗ്ഗം രാവിലെ കട്ടക്കാപ്പിയുമായി വരുന്ന ഭാര്യയുടെ മുഖത്ത് നോക്കി നമ്മൾ ആ കാപ്പി വാങ്ങിച്ചു. എന്തെങ്കിലും നിങ്ങളൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു നോക്കിയാൽ രാവിലെ പറഞ്ഞേ. കാപ്പിയോട് വന്ന ഭാര്യയോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അവരുടെ പ്രതികരണം കണ്ടാൽ നമുക്കറിയാം പുള്ളിക്കാരുടെ മോഡ് ശരിയാണോ അല്ലയോ അല്ലേ? പിന്നെ നേരെ പഠിത്തേ ഉള്ളപ്പം എന്നോട് എനിക്കറിയാം, നിങ്ങൾ അന്വേഷിക്കും എന്നാ പറയുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും പുള്ളി നല്ല മോഡിലല്ല. പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനോട് നിങ്ങൾ രാവിലെ എന്തെങ്കിലും ചോദിച്ചോ, പുള്ളിയുടെ പ്രതികരണം കേൾക്കുമ്പോൾ അറിയാം പുള്ളിയുടെ മോഡ് ശരിയാണോ അല്ലയോ. അടുക്കളയിൽ നമുക്ക് വേണ്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന മമ്മിയുടെ അടുക്കളോട് ചെയ്യുന്നു. മമ്മി, എൻ്റെ മാത്സിന്റെ ബുക്ക് ഉണ്ടായിരുന്നു. എന്റെ ചോദിക്കുമ്പോൾ തുടുപ്പം കൊണ്ട് നേരെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഓർത്തോണം മമ്മിയുടെ മൂഡ് ഇന്നത്ര. നിന്റെ മാത്സിന്റെ ബുക്ക് പോകണം.
പഠിക്കുന്ന നിനക്കറിയില്ല എന്റെ ബുക്ക് എവിടെ നമ്മൾ ചോദിച്ചു പോയാൽ അറിയണം മമ്മി ഇന്ന് മഹോദരത്തിലാണ്. അപ്പൊ നമ്മളുമായിട്ട് അടുത്ത് ഇടപഴകുന്നവരുടെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ മൂഡ് എന്താണ്. ഇത്രയും കാലം പെന്തക്കോസ്ത് പഠിച്ചത് ദൈവത്തിന്റെ മൂഡ് മനസ്സിലാക്കില്ല. ദൈവത്തിന് നമ്മളോട് മൂഡ് എന്താണ് മനസ്സിലായോ? അടുത്തേക്കുന്ന ആരോഗ്യക്കാരോട് ചേച്ചിയെ മീൻ കിട്ടിയാൽ പിന്നെ മീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും പുള്ളിക്കാരി ഇന്നത്തെ നല്ല. പക്ഷെ ദൈവത്തിന്റെ മൂടനെ നമുക്ക് മനസ്സിലാക്കട്ടെ. ഞാൻ വാക്യം തരാം. 95 സംഖ്യത്തിന് 10 ഭാഗത്തിൽ വായിക്കുന്നു, 40 ആണ്ടരിക്ക തലമുറയോട് നീരസം. എത്ര വർഷം? 40 ദിവസം, 40 ആഴ്ചയും 40 മാസവുമല്ല, 40 ആണ്ട്. എന്ത് വരുന്നു? പ്രസാദത്തിന് നേരെ വിപരീതമാണ് നീരസം. 40 ആണ്ട്. ഇനി പറഞ്ഞ കേട്ടോണം, 40 ആണ്ടിൽ ഒറ്റ ദിവസം പോലും മന്ന മുടക്കില്ല. ഒറ്റ ദിവസം പോലും വെള്ളം കൊടുക്കാറില്ല. ഒറ്റ ദിവസം പോലും അവരെ വെയിൽ കൊള്ളിച്ചില്ല. ഒറ്റ ദിവസം പോലും അവരെ ഇരുട്ടിലാക്കിയില്ല. കറണ്ട് കട്ടില്ലായിരുന്നു. മനസ്സിലായി? ആരെയും എങ്ങനെ നടത്തി? നീരസമുള്ള ജനത്തെ, നീരസമുള്ളവരെ ഇത്ര ഭംഗിയായിട്ട് ദൈവം നടത്തി. അപ്പൊ നമുക്ക് പറ്റുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് നീരസമാണെങ്കിലും നമുക്ക് കഴിക്കാനും കുടിക്കാനും കൊടുക്കാനും കയറി തന്നിരിക്കാൻ പൊതുവത്തൻ വാഹനങ്ങളും റിയാലും ദീർഘവും കറൻസും ഡോളറും യൂറോയും പൗണ്ടും ഒക്കെ തന്നോണ്ടിരിക്കും ദൈവം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിന് നമ്മളോട് നീരസമുള്ളവരും ദൈവം ഇല്ല കൊടുക്കുന്നത്. അംബാനിയുടെ വീടിന്റെ അത്ര നല്ലൊരു ഒരു ബന്ധക്കോസ്കാരനും ഇല്ല ഉലകത്തെ. കാണിച്ചു തരാമോ? അദാനിയുടെ വീടിന്റെ ഔട്ട് ഹൗസ് പോലും നമ്മുടെ വീടിന്റെ അത്രേ അതിനേക്കാൾ മെച്ചമാണ്. അപ്പൊ ദൈവം ഉള്ളവനും ഇല്ലാത്തവനും എന്റെ ഭൗതിക നന്മ കിട്ടിക്കൊണ്ടിരിക്കുക. ഭൗതിക നന്മ അളന്നിട്ട് ദൈവപ്രസാദമാണ് ആരും ചിന്തിക്കുന്നത്. അവന്റെ കുഞ്ഞുങ്ങളെല്ലാം വിദേശത്ത് പോയി. എന്റെ കുഞ്ഞുങ്ങളിലെ കൊഴുവന്നൂർ വഴി നടക്കുക, ചെങ്ങന്നൂർ വഴി നടക്കുക. അവരോട് ദൈവത്തിന് ഭയങ്കര പ്രസാദമാണ്. എന്നോട് പ്രസാദം ഇല്ലെന്നും ആരും താരതമ്യം ചെയ്യരുത്. പ്രസാദം ഈ നന്മയെ അടിസ്ഥാനമാക്കിയല്ല. പ്രസാദമുള്ളവന് ആന്തരികമായ ഒരു പ്രത്യാശയും ആന്തരിക പ്രാഗൽഭ്യമുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ദൈവപ്രസാദം. അപ്പം കർത്താവിന് പിതാവും ദൈവത്തിന് നമ്മൾ എന്തോ ഉണ്ടാകണം. അതാണ് ആന്തരിക രമ്യതയുള്ള പ്രസാദം. രണ്ടാമത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ക്രിസ്തുവിന്റെ കൂടെയുള്ള ക്രിസ്തുവിൽ, not with Christ but in Christ. ആ ഒരു ബന്ധത്തെ സൂക്ഷിക്കാൻ പറ്റും. ക്രിസ്തുവിൽ, യേശുവിൽ, പ്രിയനായവനിൽ, കർത്താവായ യേശുവിൽ എന്ന് പറയുന്ന ആ ഈ പ്രയോഗമുണ്ടല്ലോ, അത് വളരെ ഗൗരവമാണ്. ഒരു സസ്യത്തിന്റെ പേര് മണ്ണിൽ ആയിരിക്കുന്നത് പോലെ നാം ക്രിസ്തുവിൽ വേരൂന്നണം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ വിത്ത് ക്രൈസ്റ്റ് അല്ല, പിന്നെന്താണ്? ഇൻ ക്രൈസ്റ്റ്. ഒരു മത്സ്യം വെള്ളത്തിൽ ആയിരിക്കുന്നത് പോലെയാണ് നാം ക്രിസ്തുവിൽ. ഒരു ഗർഭസ്ഥ ശിശു അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്നത് പോലെയാണ് നാം ക്രിസ്തുവിൽ. ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കല്യാണത്തിനെ കുറിച്ച് വല്ല ടെൻഷനുണ്ടോ? ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞ് വല്ല ടെൻഷനുണ്ടോ? ഒരു ടെൻഷനും ഇല്ല. സമയാസമയങ്ങളിൽ സാഹചര്യം കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കരയാത്ത ജീവിതത്തിന്റെ ഒരേ ഒരു ഘട്ടം 9 മാസം 9 നാഴിക 9 വിനാഴിക. അതാണ് ഗർഭകാലം. ഇല്ലേ? സമ്മതിക്കുന്നുണ്ടോ? 10 മാസം നമുക്ക് ചുമ്മാ അറിയില്ല. 10 മാസം രോഗം അത് കൺഫിഗറാക്കി പറയുന്നു. സത്യത്തിൽ എത്ര കാര്യം? 9 മാസം 9 ദിവസം 9 നാഴിക 9 ആയിക്കോട്ടെ. 10 മാസം അതുമായി വേണമെന്നുണ്ട്. 10 മാസം സമ്മതിക്കും. പക്ഷെ ഈ 10 മാസം എന്ന് പറയുന്നത് ഇത്രയും കാലം നമ്മൾ കരഞ്ഞിട്ടേ ഇല്ല, നമ്മൾ വേർത്തിട്ടില്ല. അന്ന് അമ്മയ്ക്ക് വേദന കനപ്പിച്ച് കൊടുത്തിട്ട് പുറത്തു വന്ന അന്ന് തുടങ്ങി കരച്ചില്ല. എപ്പോഴും കരയുമ്പ. അപ്പം ഒരു ഗർഭസ്ഥ ശിശു തന്റെ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്ന പോലെയാണ് ഒരു വിശ്വാസി ക്രിസ്തുവിൽ. 1 തെസ്സലോനിക്കർ 4:1 ദൈവപ്രസാദത്തിന് തന്നതുപോലെ 1 യോഹന്നാൻ 2:28 ക്രിസ്തുവിൽ എന്നുള്ളതിൽ എഴുതിക്കൊള്ളും വാക്യം. 1 യോഹന്നാൻ 2:28. നിങ്ങളെ അവന്റെ പ്രത്യക്ഷതയിൽ നാം രചിച്ചു പോകാതിരിക്കേണ്ടത് അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനോട് കൂടെ വസിക്കാനല്ല, പിന്നെ
വാക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. അവനിൽ വസിപ്പീൻ. അപ്പൊ നമ്മൾ ആരാകണം? അതാണ് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം. അതാണ് പരിശുദ്ധ തത്വമായുള്ള ആന്തരികത. രമ്യതയിൽ ഒന്ന് പിതാവിന്റെ പ്രസാദം, രണ്ടെന്തുവാ? പുത്രനിൽ വസിക്കാൻ പറ്റണം. പുത്രന്റെ കൂടെയല്ല, പിന്നെ പുത്രനിൽ. ഗെത്സമനെ തോട്ടത്തിൽ യേശുവിന്റെ കൂടെയായിരുന്നു ശിഷ്യന്മാർ. യൂദാ ഒഴികെ ബാക്കി എല്ലാവരും യേശുവിന്റെ കൂടെയായിരുന്നു. പണ്ടും കുന്തവും വാളും വടിയും വന്നപ്പോ എല്ലാവരും എന്തോ ചെയ്തു? ഓടി. കൂടെയായിരുന്നവരെല്ലാം ഓടി, പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ഓടി. പക്ഷേ യേശു വിൽ ആയി ഒരുവന്റെ പ്രഖ്യാപനം കണ്ടോ? റോമാലേഖനം 8:35 മുതൽ. പട്ടിണിയോ മതത്തോ വാളോ നഗ്നതയോ ഉയരത്തുള്ളതോ ആഴത്തിലുള്ളതോ വന്നതോ വരാനുള്ളതോ വാഴ്ചകളോ അധികാരങ്ങളോ എന്ത് വന്നാലും ക്രിസ്തുവിൽ നിന്ന് തന്നെ എന്ത് ചെയ്യത്തില്ല. അപ്പൊ ഇന്ന് പകരം ചിന്തിച്ചോണം, ക്രിസ്തുവിന്റെ കൂടെ ആണോ ക്രിസ്തുവിൽ ആണോ? പരിശുദ്ധ തത്വമായുള്ള ആന്തരിക രമ്യതയിൽ രണ്ടാമത്തേതാണ് ആരുടെ? ക്രിസ്തുവിൽ ആകുക. അടുത്തത് ആത്മാധിവാസമാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവാസം ചെയ്യുക. അപ്പൊ ഒന്ന് ദൈവപ്രസാദം, രണ്ട് ക്രിസ്തു കേന്ദ്രീകൃതം, മൂന്ന് ആത്മ അധിവാസം. ആ മൂന്ന് പദങ്ങൾ എഴുതിക്കണം. മൂന്ന് പദങ്ങൾ ഏതൊക്കെയാ? ഒന്ന് ദൈവപ്രസാദം, രണ്ടെന്തുവാണ്? ക്രിസ്തു കേന്ദ്രീകൃതം, ക്രൈസ്റ്റ് സെന്റേർഡ്. ക്രൈസ്റ്റ് സെന്റേർഡ്, ക്രിസ്തു കേന്ദ്രീകൃതം. രണ്ട് വാക്യങ്ങൾ ഞാൻ തന്നു. ദൈവപ്രസാദം എന്നതിന്റെ വാക്യം ഏതാ? 1 ക്രിസ്തു കേന്ദ്രീകൃതം എന്ന വാക്യം ഏതാ? 1. അടുത്തത് ആത്മാധിവാസം. വാക്യം ഏതാണെന്നറിയാം? 2 തിമോഥെയോസ് 1:14. 2 തിമോഥെയോസ് 1:14. അവിടെ പറയുന്ന നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ്. നമ്മിൽ. അപ്പൊ പരിശുദ്ധാത്മാവ് പാട്ടിന്റെ താളത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നതല്ല, ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ആത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നു. അപ്പൊ ഈ മൂന്ന് സംഗതികളും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് എന്തോന്ന് പറയുന്നത്? പരിശുദ്ധ തത്വമായിട്ടുള്ള ആന്തരിക രമ്യ. ബന്ധമല്ല, ആന്തരിക രമ്യത. ആ പദം മറക്കരുത്. ബന്ധമല്ല, രമ്യത. സകല ക്രൈസ്തവർക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ രമ്യത ഉള്ളവനാ വിജയിക്കുന്നത്. ദൈവത്തിന് നഗരം പറ്റില്ല, ദൈവം എന്നെ വിട്ടു പോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വേള ദൈവം അകന്നുപോയി, ദൈവത്തിന് അകന്നുപോയി എന്നുണ്ടായാൽ അവന്റെ സംഗീതത്തിന് ദൈവമേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്റെ അടുക്കിലേക്ക് വേഗം പറയണമേ എന്ന് വിളിക്കുന്ന അകന്നു പോകാൻ പറ്റില്ല. ആരെടുത്താലും അമ്മ എടുത്തില്ലെങ്കിൽ കുഞ്ഞിന്റെ ഒരു നൊമ്പരങ്ങൾ ലക്ഷമുണ്ടോ? കുഞ്ഞോമയും വന്ന് ഞാൻ എടുക്കാന്ന് പറഞ്ഞോ, സൂക്ഷിച്ചു നോക്കുന്നു. അമ്മയുടെ മുഖമല്ലെങ്കിൽ ചെറുത്തു നിൽക്കുന്നു കുഞ്ഞ്. മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെയാ ദൈവം, ക്രിസ്തു, പരിശുദ്ധാത്മാവ്. ഈ മൂന്നാളത്വ മഹിമകളുമായി നമുക്ക് എന്താ ഉണ്ടാകണം? ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് കുറവുണ്ടോ? കുറവുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ പറ്റും. ഒരെണ്ണം കൂടെ നമ്മൾ ചിന്തിച്ചിട്ട് പറഞ്ഞുകൊണ്ട് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത എഴുതിക്കോ. നമ്മിൽ എത്രവിധ ഘടകങ്ങളുടെ സുതാര്യത. നമ്മിൽ എത്രവിധ ഘടകങ്ങളുടെ സുതാര്യത. അല്പം നല്ല ഭാഷയിൽ എഴുതുന്നുള്ളതേ ഉള്ളൂ, അതിന്റെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മിൽ എത്രവിധ ഘടകങ്ങൾ. നമ്മിൽ എത്രവിധ ഘടകങ്ങൾ ഏതാ? എത്രവിധ ഘടകങ്ങൾ ഏതാ? ദേഹദേഹി ആത്മാവ്. അങ്ങനെ നമ്മൾ പറഞ്ഞ് ശീലിച്ചത്, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. യഥാർത്ഥത്തിൽ പറയേണ്ടത് ആത്മാവ് ദേഹി ദേഹം, ആത്മാവ് ദേഹി ദേഹം, അങ്ങനെ തന്നെ പറയണം. നമ്മിൽ എത്രവിധ ഘടകങ്ങൾ എന്തുവായിരിക്കണം? സുതാര്യമാണ്. ക്രിസ്തീയ വീക്ഷണത്തിൽ, ബൈബിൾ വീക്ഷണത്തിൽ കുടുംബജീവിതം ഭദ്രവും സുഗമവും സുതാര്യവുമാകണമെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ 3 ഘടകങ്ങൾ എന്തുവായിരിക്കണം? സുതാര്യമാണ്. ആ സുതാര്യതയ്ക്ക് താങ്കളുടെ 3 കാര്യങ്ങളൊന്നും എഴുതിക്കോ. ഒന്ന്, ആത്മാവിൽ കളങ്കമില്ലാതിരിക്കണം. ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവാത്മാവല്ല, നമ്മിലെ അന്തരാത്മാവ്. അതിനകത്ത് എന്തോ പാടില്ല? കളങ്കം പാടില്ല. വാക്യം എഴുതിക്കോ. 2 കൊരിന്ത്യർ ലേഖനം 7:1. 2 കൊരിന്ത്യർ 7:1. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ നമ്മെ തന്നെ വെളിപ്പാക്കി വിശുദ്ധിയെ. ആത്മാവിൽ കന്മഷം പാടില്ല. ഈ ആത്മാവിലെ കന്മഷം എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമിക്കാത്ത, പൊറുക്കാത്ത പ്രശ്നങ്ങളെല്ലാം കൂടെ നമ്മുടെ ആത്മാവിൽ രജിസ്റ്റർ ചെയ്യപ്പെടും. വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായ പ്രശ്നമാണ്, ഇതുവരെ എന്തോ ഇതില്ല, ക്ഷമിച്ചില്ല. അത് മനസ്സിൽ ഇങ്ങനെ കിടക്കും. ക്ഷമിച്ചു എന്ന് പറയും, പക്ഷെ മാർക്കത്തില്ല, അത് അകത്തുണ്ട്. എപ്പോഴും പറയാൻ കഴിയുമ്പോൾ പിന്നെ ജയിക്ക് വരിക. എനിക്കറിയാം
2 വർഷത്തിന് മുമ്പ് നിങ്ങൾ പറഞ്ഞത് നീ ചെയ്തത്. അപ്പൊ അന്നേ അത് പറഞ്ഞതാണെന്നാ വിചാരിച്ചത്, രമ്യതയിലായതാണെന്നാ വിചാരിച്ചത്. പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല, മറന്നിട്ടില്ല. അതിന്റെ കാരണം ആത്മാവിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതാണ് കൺവെർഷൻ. പൊറുക്കാത്ത, മാറാത്ത, നീക്കിയിട്ടില്ലാത്ത സംഗതികൾ അകത്ത് സൂക്ഷിക്കുന്നതിനെയാണ് ആത്മാവിന്റെ കൺവെർഷൻ. അവർക്ക് പ്രാഗൽഭ്യം നഷ്ടപ്പെടും. വ്യക്തിബന്ധങ്ങളിൽ ദോഷങ്ങൾ സംഭവിക്കും. ഭർത്താവിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരും, ഭാര്യ ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം കൂടെ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നതിനുള്ള അവസ്ഥയെ അറിയിച്ചു. കർത്താവ് ക്ഷമിച്ചു. പറയിലെറിഞ്ഞുകൾ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട്. കർത്താവ് സമുദ്രത്തിന്റെ ആഴത്തിലും പറയിൽ എറിഞ്ഞു കളഞ്ഞ നമ്മൾ ഇപ്പൊ എവിടെ വെച്ചേക്കാണ്? വാരിയലിനകത്ത്, വാരിയലിന്റെ കാവൽക്കാരെ സൂക്ഷിപ്പുകാരാക്കി വെച്ചിട്ട് അതിനകത്ത് വെച്ചേക്കാം. മറക്കത്തില്ല എന്നൊക്കെ പറയും. മറക്കത്തില്ലെങ്കിൽ അത് എവിടെ രജിസ്റ്റർ ചെയ്യപ്പെടും? ആത്മാവിൽ. അതാണ് കൺവെർഷൻ. കൺവെർഷൻ എന്ന മലയാള പദത്തിന്റെ അർത്ഥസമ്പൂർണ്ണത അറിയാമോ? കാലാനുസൃത രേഖ. ഡിക്ഷണറി പരിശോധിക്കണം നിങ്ങൾ. കൺവെർഷൻ എന്നുള്ളത് പുരാതന മലയാളമാണ്. അതിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്, കാലാനുസൃത രേഖ. അതാണ് യേശു പറയുന്നത്, ഓരോ ദിവസത്തിനും അന്നന്നത്തെ ദോഷമതി എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുകളയുന്നില്ലെങ്കിൽ അത് അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടും. അതിനനുസരിച്ച് പണി നാളെ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ പ്രശ്നം ഉണ്ടായി, അത് അന്നേരം കളഞ്ഞേക്കണം. അമ്മയോട് പറഞ്ഞ ലഭ്യതല്ലേ അന്നേരം കളഞ്ഞേക്കണം. പിന്നെ അത് മിണ്ടുന്നത് ഇല്ല. എത്ര നാൾ കഴിഞ്ഞാൽ വീണ്ടും അതിനെ പൊക്കിക്കൊണ്ട് വരരുത്. അങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്നതിന്റെ ഓർത്തോണം അത് എവിടെയാണ്? ഇപ്പം ആത്മാവിന്റെ കൺവെർഷനാണ്. അത് വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ ക്ഷണിച്ചു എന്ന് പറഞ്ഞ് വിട്ടുകളെന്ന് പറഞ്ഞത് പോർക്കായിരുന്നു. അതിന് വഴി വേറെ കിട്ടും. വ്യക്തിബന്ധങ്ങൾ സുതാര്യമാകാൻ, കുഞ്ഞുങ്ങളോടൊക്കെ ഉള്ളതായ നമ്മുടെ ബന്ധങ്ങളിലൊക്കെ സുതാര്യത ഉണ്ടാകാൻ ഇതാണ്. അന്നവർ കാണിച്ച മുസ്ലിംകാർ ഇപ്പോഴും ഓർത്തോണ്ടിരിക്കരുത്. അത് വെച്ച് അവരോട് പെരുമാറരുത് ഒരിക്കലും. മനസ്സിലായില്ലേ? കെട്ടിക്കയറിക്കൊണ്ട് വന്ന അന്ന് ആ തള്ള എന്നെ നോട്ടം നോക്കി ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. കെട്ടിക്കയറിക്കൊണ്ട് വന്ന ഒരു മഴയുള്ള സന്ധ്യയ്ക്കായിരുന്നു ഞങ്ങളന്ന് യാത്ര ചെയ്ത് വന്നത്. അങ്ങനെ തള്ള എന്നെ അടിപൊളി ഒരു നോട്ടം നോക്കിയത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടെന്നാണ്. അവരുടെ ആരാധന, അവരുടെ അന്യവാഴ്ച കേൾക്കുമ്പോൾ എന്നെ അന്ന് നോക്കിയ നോട്ടമായിട്ട് ഓർമ്മയിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാലമായിട്ട് ഇത് എന്ത് ചെയ്തിട്ടില്ല, മറന്നിട്ടില്ല. അതാണ് ആത്മാവിലെ കൺവെർഷൻ. ആത്മാവിലെ കൺവെർഷൻ അത് പാടില്ല. 2, ദേഹി അശുദ്ധ വിചാരങ്ങൾ പാടില്ല. ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരമണ്ഡലമാണ്. ആ ദേഹി അശുദ്ധ വിചാരങ്ങൾ പരമ്പരയിൽ വരാൻ അനുവദിക്കരുത്. തെറ്റായ തോന്നലുകൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. പക്ഷെ അതിനെ പാലൂട്ടരുത്. അതിനെ അന്നേരം എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. നോ എന്ന് താക്കീത് ചെയ്യണം. ആത്മീയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കയറി വരും. അങ്ങനെ കയറി വരുമ്പോൾ അതിനെ പിന്നെ താലോലിക്കും. മൊബൈൽ ഫോൺ എടുത്തത് ബൈബിൾ തുറന്ന് വായിക്കുന്നതിന് അക്ഷരങ്ങൾ കിട്ടുന്നില്ല, കണ്ടുപിടിക്കുന്നില്ല. മൊബൈലിനകത്ത് വെട്ടമുണ്ടല്ലോ, അതിനകത്ത് വായിക്കും. അങ്ങനെ ഇത് വായിച്ചോണ്ടിരിക്കുമ്പോൾ വേറെ നോട്ടിഫിക്കേഷൻ കയറി വരും. പിന്നെ അതിന്റെ പുറകെ പോകും. വായിച്ച പുസ്തകം കിടക്കും. നമ്മുടെ മനസ്സിൽ നമ്മുടെ ജഡത്തെ വേറെ തിന്മകളിലേക്ക് നിയോഗിക്കുന്ന ഒത്തിരി നിയോഗങ്ങളുണ്ട്. അത് ദോഷമാണ്, തിന്മയാണ്, തെറ്റായ വികാരമാണെന്ന് ബോധ്യമായാൽ അതിനെ അന്നേരം തടസ്സപ്പെടുത്താൻ കഴിയും. ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന സകല സങ്കല്പങ്ങളെയും ഞങ്ങൾ ഇടിക്കുന്നു. വാക്യമേത 2 കൊരിന്ത്യർ 10:4-5 വാക്യം. 2 കൊരിന്ത്യർ 10:4-5. ദേഹിയിൽ അശുദ്ധ വിചാരങ്ങൾ പാടില്ല. അത് ശ്രദ്ധിച്ചോ. ദേഹി എന്താ പാടില്ല? 10:4-5 വാക്യങ്ങളാണ്. അവയാൽ നിങ്ങൾ സങ്കല്പങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും വിളിച്ചു കളഞ്ഞ് ഒരു പദം കണ്ടോ, ഏത് വിചാരത്തെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി, വചന പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല വിചാരത്തെ ഞങ്ങൾ എന്തോ ചെയ്യുന്നു? വിളിച്ചു കളയുന്നു. എന്നിട്ട് നന്മയുടെ വിചാരത്തിലേക്ക് ഞങ്ങൾ മാറുന്നു. അതാണ് സംഭവം. മൂന്നാമതൊരു കാര്യം കൂടി എഴുതിയിരിക്കുന്നു. മൂന്നാമത്തെ എന്താ പറയാ? ജഡത്തിൽ അന്ധകാരത്തിന്റെ അംശം ഒട്ടുമില്ലാതിരിക്കും. ജഡത്തിൽ ഇരുട്ടില്ലാതിരിക്കണം. ജഡം എന്ന് പറഞ്ഞ ശരീരം. നമ്മുടെ ഈ ശരീരത്തിൽ ഒരു കാരണവശാലും എന്തോ പാടില്ല? ഇരുട്ട് പാടില്ല. വാക്യം എഴുതിക്കും. ലൂക്കോസ് 11:36 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 11:36 വാക്യം. ഇരുട്ട് പാടില്ല ശരീരത്തിൽ. എന്താ മക്കളെ, ശരീരത്തിൽ ഇരുട്ടെന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്താ പറഞ്ഞേ? ശരീരത്തിന്റെ ഇരുട്ടെന്ന് പറഞ്ഞാൽ എന്താ?
പാപത്തിന്റെ സാന്നിധ്യം. പാട്ട്, പ്രാർത്ഥന, ആരാധന എല്ലാം കൊള്ളാം. ചിലരുടെ കണ്ണ് കൊള്ളത്തില്ല. ആവശ്യമില്ലാത്തത് കാണാൻ വേണ്ടി വലിയ താല്പര്യം, ആവശ്യമില്ലാത്തതിലേക്ക് ഫോക്കസ് ചെയ്യുക. ആരാധന അന്യഭാഷ എല്ലാം കൊള്ളാം. ചിലരുടെ നാക്ക് കൊള്ളത്തില്ല. അന്യഭാഷ പറയുന്ന അതേ നാക്കുകൊണ്ട് അപവാദവും ആക്ഷേപവും ഒക്കെ പറയും. നാക്ക് കൊള്ളത്തില്ല. ചിലരുടെ കാല പ്രസംഗം കേൾക്കാൻ കൊള്ളത്തില്ല. കുഞ്ഞായ്മ കേൾക്കാനും കുശിപ്പ് കേൾക്കാനും കോമഡി കേൾക്കാനും കൊള്ളാം. എത്ര നേരം കേട്ടോണ്ടിരുന്നാലും കുഴപ്പമില്ല. മനസ്സിലായോ? ചിലരുടെ കണ്ണ് വേദസം വായിക്കാൻ കൊള്ളത്തില്ല. ടിവിയിലോട്ട് 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരുന്നാൽ ഒരു കീഴിപ്പും ഇല്ല, കരകരപ്പും ഇല്ല. ഉപ്പും മുളകും ഒക്കെ കണ്ടിരിക്കുക. കർത്താവേ, ആ നീരോടെ തിരിച്ചു വിളിക്കണേ. മനസ്സിലായോ? സീരിയലും ആദ്യം ഇതുമെല്ലാം കണ്ടിരിക്കുക, മറക്കത്തില്ല. അങ്ങനെ ഉറക്കവും വരത്തില്ല. പ്രസംഗം 10 മിനിറ്റ് നീണ്ടുപോയി കഴിഞ്ഞാൽ കോട്ട് വാ, ബോറിങ്, അലർജിയൊക്കെ ഉണ്ടാവും. പ്രസംഗിക്കുന്ന ദേവദാസിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് വേദോസ് സിപ്പിട്ട് കാണിക്കും. ഞങ്ങൾ മുദ്രയിട്ടു, പാസ്റ്റർ മുദ്രയിടാവും. വാച്ച് കെട്ടി കൈ ഉയർത്തി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറിംഗ്. പക്ഷെ ടിവിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ വാട്സാപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം തോണ്ടി 24 മണിക്കൂർ ഇരുന്നാൽ ഒരു ബോറിംഗ്. അവയവങ്ങളിൽ ഇരുട്ട് വ്യാപരിക്കുന്നതാണ്. കാലുകൾ ദുർമാർഗത്തിലേക്ക് ചലിക്കപ്പെടും. ആ വഴി പോകേണ്ടതല്ല, പക്ഷെ ആ വഴിയിലേക്ക് തന്നെ കാലം പോകുക. അതിനുവേണ്ടി തെറ്റപ്പെടേണ്ടതല്ല, അത് ചെയ്യേണ്ടതല്ല. പക്ഷെ കൈകൾ അതിനു വേണ്ടി. അതാണ് ശരീരത്തിൽ എന്തോ പാടില്ല, അന്ധകരം. ശരീരത്തിൽ അന്ധകരമുണ്ടെങ്കിൽ മാംസം ഉലയും, മാംസം ഇടറും. ചില ആസക്തികളുടെ, ചില തൃഷ്ണകളുടെ, ചില നിർബന്ധങ്ങളുടെ മുമ്പിൽ നമ്മുടെ മാംസം പണയപ്പെട്ടു പോകും. ഇസ്രായേൽ ഏറ്റവും വലിയ അഭിഷക്തനാണ് ശിംശോൻ. സിംഹത്തെ കീറിയേറിയ 300 ഉറുക്കന്മാരെ പിടിച്ചു കെട്ട, നഗരത്തിന്റെ കവാടം ഇളക്കി അങ്ങേ മലയെ കൊണ്ട് നാട്ട, കുന്നൊന്ന്, കുന്നിരണ്ട്, കുന്നുമൂന്ന് എന്ന് ചക്കൂനകൾ തീർക്കാൻ ഒറ്റയാണ് പട്ടാളം. ആരാണ്? ശിംശോൻ. സൗന്ദര്യമാണ്. എന്തുവഴി പോയാലും ആളുകളുടെ ആകർഷണമായിരുന്നു. ഹൈമാൻ, ഭീമൻ, സ്പൈഡർമാൻ, സൂപ്പർമാൻ എന്നൊക്കെ പറയുന്ന കോമിക്കിലെ യഥാർത്ഥ പുള്ളി ആയിരുന്നു ശിംശോനാണ്. അവിടെ ശിംശോന് നമുക്കൊരു പേര് കൊടുക്കാം, കോമളൻ. കോമളൻ. നാട്ടിലെ ഒരു വേശ്യാസ്ത്രീയുടെ കട്ടിലോട് ചേർത്ത് വെച്ച് കെട്ടുമ്പോൾ കോമളൻ എന്ന പേര് വെട്ടിയിട്ട് നമുക്ക് വേറൊരു പേര് കൊടുക്കണം, കോമാളി. കോമളൻ ആരായിപ്പോയി? അതാ ശരീരത്തിൽ ഇരുട്ട് കയറിയാണ്. കോമളൻ രണ്ടുപേരും ആദരിച്ച മനുഷ്യൻ ഇപ്പൊ ആരായി മാറി? കോമാളിയായി മാറി. കണ്ണിരണ്ട് കുത്തി പൊട്ടിക്കപ്പെട്ട് താപന്റെ ക്ഷേത്ര കവാടത്തിൽ തൂണെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുക. ചാടിക്കളിക്കട കുട്ടിരാമെന്ന് പറഞ്ഞ് ഉത്സവപ്പറമ്പിൽ കുരങ്ങിനെ കളിപ്പിക്കുന്ന പോലെ പിള്ളേരെല്ലാം കൂടെ വന്ന് അവിടെ കുത്തി കളിപ്പിക്കുന്നുണ്ട്. ശിംശോൻ എത്ര ദയനീയമാണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ ജഡശരീരം ഒരിക്കലും എന്തോകരുത്, ഇരുട്ടിന്റെ അംശം ഒട്ടുമുണ്ടാകും. 11:36 വെരി ഗുഡ്. അപ്പൊ ഇനി നമ്മുടെ കുടിവാക്കിലേക്ക് പോകാം. പരിശുദ്ധ തൃത്വവുമായുള്ള ആന്തരിക രമ്യതയിൽ എനിക്കുള്ള കുറവെന്താ? എന്റെ ത്വരിത ഘടകങ്ങളെ സുതാര്യമായി സൂക്ഷിക്കുന്നതിൽ എനിക്ക് എന്റെ കുറവെന്താ? മനസ്സിലാകുന്നുണ്ടോ? എന്റെ വിഷയത്തോടൊപ്പം ഉണ്ടോ നിങ്ങൾ? എന്റെ ഈ 3 മണ്ഡലങ്ങളെ സൂക്ഷിക്കുന്നതിനകത്ത് എനിക്ക് വല്ല കുറവും പറ്റിയിട്ടുണ്ടോ? എന്റെ മനസ്സിൽ ആരോടെങ്കിലുമുള്ള വിദ്വേഷമോ വെറുപ്പുണ്ടോ? എന്റെ മോൾ എന്നോട് അങ്ങനെ ചെയ്തു, എന്റെ മോൻ എന്നോട് അങ്ങനെ പറഞ്ഞു, പപ്പ എന്നോട് എന്നാലും അങ്ങനെ ചെയ്തല്ലോ, മമ്മി എന്നോട് അങ്ങനെ കാണിച്ചല്ലോ. അങ്ങനെ വല്ല വെറുപ്പും അകത്ത് വെച്ചോണ്ടാണോ നമ്മുടെ ആത്മീയത? അത് വല്ലാത്ത ദോഷം സംഭവിക്കും. എല്ലാം വിട്ടുകളഞ്ഞിട്ട് സുതാര്യമാണ്. സഹിക്കാൻ, ക്ഷമിക്കാൻ, വഹിക്കാൻ, പൊറുക്കാൻ, താങ്ങാൻ നമുക്ക് കഴിയും. ടീം ബ്രേക്കിന്റെ സമയത്ത് ഇനി നീട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾ സഹിക്കത്തില്ലെന്നറിയാം. അതുകൊണ്ട് ടീം ബ്രേക്കിംഗ് പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് ഓടി പോകും. തിരിച്ചു പോകും. പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ പറ്റുന്നവരൊന്ന് 10 മിനിറ്റ് വേണം. 10 മിനിറ്റ് ചായ ക്രമീകരിച്ചിട്ടുണ്ട്, അത് കുടിച്ചിട്ട് വരാം. വയ്യാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബാത്റൂമിൽ പോകാനുള്ളവർക്കും ഒക്കെ അത് പോയി ഫ്രഷ് ആയിട്ട് വേഗം